ഹലോ മക്കളെ, ഇന്ന് എടുക്കാൻ പോകുന്നത് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ടിൻ്റെ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം. എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ടിൻ്റെ ചെറിയ ഇൻട്രൊഡക്ഷനാണ് നമ്മളിവിടെ എടുക്കാൻ പോകുന്നത്. നമുക്ക് ദൈനംദിനം കുറേ കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ലൈറ്റ് ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്കൊരു ഒന്നും കാണില്ല. അപ്പോൾ അതുപോലെ നമുക്കൊരു ലൈറ്റ് എന്നൊരു ഫിനോമിന നമുക്ക് എങ്ങനെയാണ് ഇത് കിട്ടുന്നത്? ഒരു ബൾബിലേക്ക് ഒരു ലൈറ്റ് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ലൈറ്റ് ബൾബ് ഉണ്ടല്ലോ, ഒരു ബൾബിലേക്ക് നമ്മൾ എങ്ങനെയാണ് ലൈറ്റ് കിട്ടുന്നത് നമ്മൾ നോക്കാം. ലൈറ്റ് കിട്ടുന്നത് എങ്ങനെയാണ്? നമ്മളെ കയ്യിലേക്ക് ഒരു ഇലക്ട്രിക് എനർജി നമ്മൾ വരുന്നുണ്ട്. ഇലക്ട്രിക് എനർജി അതെന്തായി മാറുന്നുണ്ട്? നമുക്ക് ലൈറ്റ് എനർജി ആയിട്ട് മാറുന്നുണ്ട്. ഇലക്ട്രിക്കൽ എനർജി എന്തായി മാറുന്നുണ്ട് മക്കളെ? ലൈറ്റ് എനർജി ആയി മാറുന്നുണ്ട്. അപ്പോൾ നമുക്ക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് കൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആദ്യം പറയാൻ പോകുന്നത് ഇലക്ട്രിക്കൽ എനർജി എന്നത് നമുക്ക് പലതരത്തിലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇലക്ട്രിക്കൽ എനർജി ഇവിടെ മാത്രമല്ല യൂട്ടിലൈസ് ചെയ്യുന്നത്, പലതരത്തിലുള്ള യൂട്ടിലൈസേഷനും നമുക്കുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയുന്നത് ഫസ്റ്റ് തന്നെ ബൾബിൻ്റെ കേസിൽ ഇലക്ട്രിക് ബൾബ് എന്ന് പറഞ്ഞ സാധനം നോക്കാം. ഇലക്ട്രിക് ബൾബ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സാധാ ബൾബ് എന്താണ് ചെയ്യുക? ബൾബ് നമുക്ക് പ്രകാശം തരുന്നുണ്ട്. ഈ പ്രകാശം തരുന്നത് ലൈറ്റ് എനർജി ആയിട്ടാണ്. ദാറ്റ് ഈസ് ലൈറ്റ് എനർജി. ഈ എനർജി എവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത്? ബൈ യൂസിങ് എ ഇലക്ട്രിക്കൽ എനർജി. ഇതെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ബൈ യൂസിങ് എ ഇലക്ട്രിക്കൽ എനർജി. അപ്പോൾ ആദ്യത്തെ എഫക്റ്റ് നമുക്ക് മനസ്സിലായി. ബൈ യൂസിങ് ഇലക്ട്രിക്കൽ എനർജി ഇലക്ട്രിക് ബൾബ് എന്തായി കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവുക? ലൈറ്റ് എനർജി ആയിട്ടാണ് കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നെക്സ്റ്റ് അടുത്തൊരു ഡിവൈസിനെ പറ്റി പഠിച്ചു നോക്കാം. എന്താണ് അടുത്ത ഡിവൈസ്? നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഇൻഡക്ഷൻ കുക്കർ കേട്ടിട്ടുണ്ടോ? ഇൻഡക്ഷൻ കുക്കർ വീട്ടിലുണ്ടാവും. ഇൻഡക്ഷൻ കുക്കർ ഉണ്ടാവും. ഇൻഡക്ഷൻ കുക്കറിൽ ഒരു കോയിൽ ഉണ്ടാവും. ശ്രദ്ധിക്കുക, ഒരു കോയിൽ ഉണ്ടാവും. നിങ്ങൾ കറണ്ട് ഇതിലേക്ക് കൊടുക്കുമ്പം ഇലക്ട്രിക്കൽ എനർജി ഈ കോയിൽ കിടന്ന് ചൂടാവും. ദാറ്റ് ഈസ് ഹീറ്റ് എനർജി. ഇലക്ട്രിക്കൽ എനർജി എന്തായി മാറ്റും? ഹീറ്റ് എനർജി ആയിട്ട് മാറ്റും. അപ്പോൾ ഇലക്ട്രിക്കൽ എനർജി നമ്മൾ എന്തായി കൺവേർട്ട് ചെയ്തിട്ടുണ്ട്? ഹീറ്റ് എനർജി ആയിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞത് എന്താണ്? ഇലക്ട്രിക്കൽ എനർജി ലൈറ്റ് എനർജി ആയിട്ട് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്? ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജി ആയിട്ട് മാറ്റിയിട്ടുണ്ട്. അതായത് ദിസ് ഈസ് എ സെക്കൻഡ് ടൈപ്പ് ഇലക്ട്രിക്കൽ എനർജി, ഹീറ്റ് എന്ന് പറഞ്ഞാൽ ചൂടിൻ്റെ എനർജി, അതായത് ചൂടിൻ്റെ എനർജി ഉണ്ടാക്കുന്നുണ്ട്. മൂന്നാമത് ഞാൻ വേറൊരു ഒബ്ജക്റ്റ് വരയ്ക്കുന്നത്, നിങ്ങൾ അയൺ ബോക്സ് കണ്ടിട്ടുണ്ടാവുമല്ലോ. വീട്ടിലുണ്ടാവുമല്ലോ അയൺ ബോക്സ്, ഇസ്തിരിപ്പെട്ടി അല്ലേ? അയൺ ബോക്സ് എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു ഇലക്ട്രിക്കൽ എനർജി നിങ്ങൾ കൊടുക്കുന്നുണ്ട്. ദിസ് ഇസ് ഇലക്ട്രിക്കൽ എനർജി. ഈ അയൺ ബോക്സിൻ്റെ അകത്ത് എന്ത് ചെയ്യുക? ഒരു കോയിൽ ഉണ്ടാവും. ഈ കോയിൽ കാരണം ഈ അയൺ ബോക്സിൻ്റെ ഈ സർഫസ് ചൂടാക്കും. ദാറ്റ് ഈസ് ഹീറ്റ് എനർജി. അപ്പോൾ നമ്മൾ അടുത്തൊരു ടൈപ്പ് പഠിക്കുന്നു. ദാറ്റ് ഈസ് നമ്മുടെ ഇലക്ട്രിക്കൽ എനർജി വീണ്ടും കൺവേർട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് കൺവേർട്ടഡ് ടു ഹീറ്റ് എനർജി. അപ്പോൾ നമ്മൾ ആദ്യത്തെ പറഞ്ഞത് എന്താണ്? ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ടു ലൈറ്റ് എനർജി. പിന്നെ നമ്മൾ 2 എക്സാമ്പിൾസ് ഹീറ്റ് എനർജിക്ക് കൺവേർട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ 2 എക്സാമ്പിൾസ് പറഞ്ഞു. ഇനി നമ്മൾ അടുത്തൊരു ടൈപ്പ് ഓഫ് എനർജിയിലേക്ക്, ഇലക്ട്രിക്കൽ എനർജിയെ പല തരത്തിൽ നമ്മൾ മാറ്റുന്നതാണ് നമ്മൾ പഠിക്കുന്നത്. പല തരത്തിൽ മാറ്റുന്നത്, ആദ്യത്തെ തരത്തിൽ മാറ്റുന്നതാണ് നമ്മൾ ആദ്യം പറഞ്ഞത് ലൈറ്റായിട്ട്, പിന്നെ ഹീറ്റായിട്ട് മാറ്റിയിട്ടുണ്ട്. 2 എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ എനർജി നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? നമുക്ക് പിന്നെ വിൻഡ് എനർജി ആയിട്ട് മാറ്റാൻ പോവാം. എന്താ വിൻഡ് എനർജി? കേട്ടിട്ടുണ്ടാവും, ഫാൻ കണ്ടിട്ടുണ്ടാവും മക്കളെ. വീട്ടിലെ ഫാനില്ലേ? വീട്ടിലെ ഫാൻ ഉണ്ടാവും. ഈ ഫാന് ഇലക്ട്രിക്കൽ എനർജി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫാന് റൊട്ടേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഫാനിൽ നിന്ന് കിട്ടുന്നത് എന്താ? കാറ്റാണ്. ദാറ്റ് ഈസ് വിൻഡ് എനർജി. യു വിൽ ഗെറ്റ് വിൻഡ് എനർജി. നമുക്ക് ഒരു ഇലക്ട്രിക്കൽ എനർജി വീണ്ടും കൺവേർട്ട് ചെയ്തു വിൻഡ് എനർജി. പലതര കൺവേർഷൻസുകളാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്ററായിട്ട് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞതിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഇലക്ട്രിക് എനർജിനെ എങ്ങനെയൊക്കെ നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു എന്നാണ്. അപ്പോൾ ആദ്യത്തെ കേസ് ഞാൻ ബൾബിൻ്റെ കേസ് പറഞ്ഞപ്പോൾ ഇലക്ട്രിക്കൽ എനർജി ലൈറ്റായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കേസ് ഇലക്ട്രിക്കൽ എനർജി കൺവേർട്ട് ചെയ്തത് പറഞ്ഞാൽ പിന്നെ അവിടെ ഇൻഡക്ഷൻ ഫർണസ് ചെയ്തത് ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തു. പിന്നെ അയൺ ബോക്സും അതേമാതിരി ഹീറ്റായിട്ടാണ്.
ഇവിടെ നമ്മൾ വിൻഡ് എനർജി അല്ലെങ്കിൽ മെക്കാനിക്കൽ എനർജി ആയിട്ട്, അതായത് മോട്ടോർ കറങ്ങിയിട്ടാണല്ലോ, ദാറ്റ് ഈസ് മെക്കാനിക്കൽ എനർജി ആയിട്ടാവും കൺവേർട്ട് ആയിരുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതാണ് നമ്മുടെ കേസ്. അപ്പോൾ ഈ ഒരു ഇലക്ട്രിക്കൽ എനർജീൻ്റെ പലതരം കൺവേർഷൻസുകളാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് ബേസിക്കലി നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് കാണുന്ന കാര്യങ്ങളാണ് ഈ കാര്യങ്ങളൊക്കെ. ഇനി അടുത്തൊരു കൺവേർഷനാണ് മക്കളെ. നിങ്ങൾക്ക് അറിയോ ബാറ്ററി അറിയില്ലേ? ബാറ്ററി വീട്ടിലുണ്ടാവും, നിങ്ങളെ ഇൻവെർട്ടറായിട്ട് കിടക്കുന്ന ബാറ്ററി സെൽസ് ഉണ്ടാവും, ബാറ്ററി സെൽസ്. ഈ ബാറ്ററി ബാറ്ററീൻ്റെ യൂസ് എന്താ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇലക്ട്രിക്കൽ എനർജി കൊടുത്തു കഴിഞ്ഞാൽ ഈ എനർജി ഇതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യും. സ്റ്റോറേജ് ബാറ്ററി, ദിസ് ഇസ് സ്റ്റോറേജ് ബാറ്ററി. ബാറ്ററിയിൽ നമ്മൾ എനർജി സ്റ്റോർ ചെയ്യും. ഏത് ടൈപ്പ് എനർജി ആയിട്ടാണ് സ്റ്റോർ ചെയ്യുക? ദിസ് ഇസ് കെമിക്കൽ എനർജി മക്കളെ, കെമിക്കൽ എനർജി. എടാ മക്കളെ ഒന്നുമില്ല, കെമിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറയാം, കെമിക്കൽ റിയാക്ഷൻസ് മൂലം ഉണ്ടാക്കുന്ന സ്റ്റോറേജ് ആണ്. ദാറ്റ് മീൻസ് കെമിക്കൽ എനർജി. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ വാക്ക് ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ലൈറ്റ്, electrical energy is converted to heat, electrical energy converted to mechanical energy, electrical energy converted to namala wind energy, and last one is electrical energy converted to our chemical energy. These are the types of conversion of electrical energy. അപ്പോൾ നമുക്ക് ഇലക്ട്രിക്കൽ എനർജി എന്താണെന്ന് പഠിക്കണം. അപ്പോൾ ഇലക്ട്രിക്കൽ എനർജി എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ആരാണ് ഇലക്ട്രിക്കൽ എനർജിയിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കാരണക്കാരൻ, ഇതൊക്കെയാണ് നമുക്ക് കിട്ടേണ്ടത്. ഇവിടെ നമ്മൾ 3 ഡിവൈസസ്, ഇത് നിങ്ങളെ പ്രീവിയസ് ഇയറിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 3 ഡിവൈസ് ഞാൻ എഴുതിയിട്ടുണ്ട്. ഈ 3 ഡിവൈസസിൽ നിന്ന് നിങ്ങൾ ഏത് എനർജി ഏതിലേക്ക് കൺവേർട്ട് ചെയ്തെന്നാണ് ചോദ്യം വരിക. അപ്പോൾ ഏത് എനർജി, ഇപ്പോൾ ഇലക്ട്രിക് ബൾബ് നിങ്ങൾക്കറിയാം ഇലക്ട്രിക്കൽ എനർജിയിൽ നിന്ന് ഏതിലേക്കാണ് കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവുക, ലൈറ്റ് എനർജിയിലേക്കായിട്ട് കൺവേർട്ട് ചെയ്തത്. ഇതിനാണ് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇലക്ട്രിക്കൽ ബൾബ് എന്ന് തന്നെ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവാറ്. ഇലക്ട്രിക് ബൾബിൽ നിന്ന് ഇലക്ട്രിക്കൽ എനർജിയിൽ നിന്ന് ഏതിലേക്കാണ് കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവുക, ലൈറ്റ് എനർജിയിലേക്കായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവുക. നെക്സ്റ്റ് അടുത്ത് സ്റ്റോറേജ് ബാറ്ററി. മക്കളെ ഒന്നുമില്ല, ഇലക്ട്രിക്കൽ എനർജി ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്തായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവുക, ദാറ്റ് ഈസ് കെമിക്കൽ എനർജി ആയിട്ടാണ് കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവുക. ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ടാണ് കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവുക, കെമിക്കൽ എനർജി ആയിട്ടാണ് കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവുക. നെക്സ്റ്റ് ലാസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ എനർജി, ഇൻഡക്ഷൻ കുക്കർ എന്ന് പറയുമ്പം ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ടു ഹീറ്റ് എനർജി, ദാറ്റ് ഈസ് ഹീറ്റ് എനർജി ആയിട്ടാണ് കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇങ്ങനെ 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് പൊതുവെ ചോദിക്കാനുണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വേറൊരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കാൻ, നെക്സ്റ്റ് 4ാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഞങ്ങളോട് ഞാൻ ചോദിക്കുകയാണെങ്കിൽ അയൺ ബോക്സ് എന്ന് നിങ്ങളോട് പറയാണ്. അയൺ ബോക്സ് എന്ന് പറയാം. അയൺ ബോക്സ് എന്തായിരിക്കും? തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ദാറ്റ് ഈസ് ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ടു ഹീറ്റ് എനർജി. ദിസ് ഈസ് എ കൺവേർഷൻ, എനർജി കൺവേർഷൻ ആണ് നിങ്ങൾക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫോം ഓഫ് എനർജിയിൽ നിന്ന് വേറെ ഫോം ഓഫ് എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്യാണ് ചെയ്യപ്പെടുന്നത്. ഇനി പറയാനുള്ളത് ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു അയൺ ബോക്സിൻ്റെ കേസ്. അയൺ ബോക്സിൻ്റെ കേസിൽ എന്താണ് പറഞ്ഞത്, അയൺ ബോക്സ് എന്താണ് ചെയ്യുന്നത്, ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ടാണ് മാറ്റുന്നത്, ഹീറ്റ് എനർജി ആയിട്ടാണ് മാറ്റുന്നത്. ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജി ആയിട്ടാണ്. അപ്പം ഹീറ്റിംഗ് എഫക്റ്റ്, this is known as heating effect of electric current. ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. മക്കളെ ഒന്നുമില്ല, ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇലക്ട്രിക്കൽ എനർജീനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺവേർട്ടിങ് ഇൻ ടു എ ഹീറ്റ് എനർജീൻ്റെ കൺവേർട്ട് ചെയ്യുക. അപ്പം നമ്മൾ ഈ കേസ് നോക്കൂ, അയൺ ബോക്സ്, ഇൻഡക്ഷൻ കുക്കർ, നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻഡക്ഷൻ കുക്കർ, അയൺ ബോക്സ് ഒക്കെ. അപ്പോൾ അയൺ ബോക്സിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടിങ് ഇൻ ടു എ ഹീറ്റ് എനർജി. This is the conversion of electrical energy. അപ്പോൾ this is known as heating effect of electric current. ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ എന്താണ് നമ്മുടെ ഒരു കറണ്ട് എന്താണെന്ന് പറയപ്പെടും. അപ്പോൾ ഇലക്ട്രിക് കറണ്ട് എന്ന് തന്നെ ആദ്യം പഠിക്കാൻ പോകുന്നത് എന്താണ്, വാട്ട് യു മീൻ ബൈ എ കറണ്ട്. കറണ്ടിനെ കാണിക്കുന്ന സിമ്പിൾ I. എന്താണ് കറണ്ട് മക്കളെ? കറണ്ട് വളരെ സിമ്പിളാണ്. നിങ്ങളെ ചാർജ്, ഒരു സർക്യൂട്ടിനകത്ത് പോകുന്ന ചാർജ്, ഒരു റെസിസ്റ്റർ ഉണ്ട്, ഇതിൻ്റെ പേരാണ് റെസിസ്റ്റർ. എന്താണെന്ന് ഡീറ്റെയിൽ പറയാം. റെസിസ്റ്റർ ഉണ്ട്, ഒരു ബാറ്ററി ഉണ്ട്. കറണ്ട് എന്താണ് പറഞ്ഞു വെച്ചാൽ ബാറ്ററിയിലൂടെ പോകുന്ന ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ,
ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ പെർ യൂണിറ്റ് ടൈമിൻ്റെ പേരാണ് എന്താ പറയുന്നത് കറണ്ട്. ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് ടൈം, ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് ടൈം, അതായത് ഇലക്ട്രോൺസ് അതായത് ചാർജസുകൾ ഫ്ലോ ചെയ്യുന്നതിൻ്റെ പെർ യൂണിറ്റ് ടൈം, ഒരു യൂണിറ്റ് സെക്കൻഡിൽ ഉണ്ടാവുന്ന ചാർജസുകൾ എത്രത്തോളം കടന്നു പോകുന്നുണ്ട് എന്നതാണ് ആര് പറയുന്നത്, കറണ്ട് പറയുന്നത്. കറണ്ട് ഇറ്റ് ഈസ് ദ ഫ്ലോ ഓഫ് ചാർജസ് പെർ യൂണിറ്റ് ടൈം, ഫ്ലോ ഓഫ് ചാർജസ് പെർ യൂണിറ്റ് ടൈം, ഫ്ലോ ഓഫ് ദിസ് ഈസ് നോൺ ആസ് ഫ്ലോ ഓഫ് ചാർജസ് പെർ യൂണിറ്റ് ടൈം, ദിസ് ഈസ് നോൺ ആസ് കറണ്ട്. ആയി നമ്മൾ കറണ്ടിനൊരു യൂണിറ്റ് ഉണ്ട്, കറണ്ടിൻ്റെ യൂണിറ്റ് ആണ്, യൂണിറ്റ് ഓഫ് കറണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആംബിയർ ആണ്. എന്താണ് ആംബിയർ, എ എന്ന് കാണിക്കും ആംബിയർ. എത്രത്തോളം കറണ്ട് പാസ് ചെയ്തെന്ന് പോകുന്ന ക്വാണ്ടിറ്റി കാണിക്കുന്നതാണ് ആംബിയർ. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഒരു സർക്യൂട്ടിനകത്ത് എത്രത്തോളം കറണ്ട് ഉണ്ടെന്ന് കാണിക്കാനാണ് നമ്മളെ ആംബിയർ കാണിക്കുന്നത്. അപ്പോൾ ദാറ്റ് മീൻസ് I ഈസ് ഈക്വൽ ടു Q/T. Q എന്ന് പറയുന്നത് ക്യൂവിൻ്റെ പേരാണ്, Q ഈസ് ദി ചാർജ്, ചാർജ് ആണ് Q. T എന്ന് പറഞ്ഞാൽ ടൈം T ആണ്. ഫോർ Q എന്ന് പറഞ്ഞാൽ ചാർജാണ് മക്കളെ, ചാർജ്. അപ്പോൾ ഈ ഇതിനകത്തുകൂടെ, ഈ സർക്യൂട്ടിനകത്തുകൂടെ എത്രത്തോളം കറണ്ട് പാസ് ചെയ്യുന്നുണ്ടെന്നുള്ള കാണിക്കാനാണ് എന്ത് പറയുന്നത് നമ്മളെ കറണ്ടിന് എന്നുള്ള ഡെഫിനേഷൻ പറയുന്നത്. ഇനി നമ്മൾ കറണ്ട് എങ്ങനെയാണ് മെഷർ ചെയ്യുക? കറണ്ട് മെഷർ ചെയ്യാനുള്ള ഒരു ചെറിയൊരു ഡിവൈസിൻ്റെ പേരാണ് അമ്മീറ്റർ. എന്താണ് മക്കളെ? അമ്മീറ്റർ. അമ്മീറ്റർ എന്താണ്? അമ്മീറ്റർ എങ്ങനെയാണ് മെഷർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മീറ്റർ കറണ്ട് ആ അമ്മീറ്ററിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അമ്മീറ്റർ റീഡിങ് കാണിക്കും. അതാണ് കറണ്ട് മെഷർ. ഇപ്പം നമ്മൾ അമ്മീറ്റർ എങ്ങനെയാണ് നോക്കാം. ഈ ഒരു റെസിസ്റ്റൻസ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്, ഇതാണ് നിങ്ങളെ ബാറ്ററി എങ്കിൽ അമ്മീറ്റർ എപ്പോഴും എന്ത് ചെയ്യണം, കറണ്ടിനോട് നമ്മൾ ഈ ഒരു ബാറ്ററിനോട് സീരീസ് പറഞ്ഞാൽ അതിന് കൂടെ തന്നെ കണക്ട് ചെയ്യണം. ഓക്കെ, അമ്മീറ്റർ എപ്പോഴും കൂടെ തന്നെയാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിലൂടെ പോണ കറണ്ട് എത്ര ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അമ്മീറ്റർ ഷുഡ് ബി കണക്റ്റഡ് ഇൻ സീരീസ്, അതായത് ഇതിൻ്റെ കൂടെ തന്നെ കണക്ട് ചെയ്യണം, അല്ലാതെ ഇതിനെ വേറെ രീതിയിൽ കണക്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ അമ്മീറ്റർ എങ്ങനെ മെഷർ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മീറ്റർ ഇസ് യൂസ്ഡ് ടു മെഷർ ദി കറണ്ടിനെ മെഷർ ചെയ്യാൻ പറ്റുന്ന ഡിവൈസിൻ്റെ പേരാണ് എന്താ പറയുന്നത്, അമ്മീറ്റർ. ഓക്കെ, ഇത് ജനറലി യൂസ് ചെയ്യണത്, ഇത് ലബോറട്ടറി പർപ്പസിലൊക്കെ യൂസ് ചെയ്യണത് ഇതാണ്, അമ്മീറ്റർ ആയിട്ടാണ്.